എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ളതിൻ്റെ ആ തുടർച്ചയായ സീരീസിൻ്റെ 7ാമത് എപ്പിസോഡിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാൻ മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ഇന്നലത്തെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരശുരാമൻ എന്ന മഹർഷിയുടെ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ സീതാസ്വയംവരം കഴിഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയോധ്യാപുരിയിലേക്കുള്ള ഒരു രാജകുമാരനിൽ നിന്ന് പരിണാമം, അടുത്ത തൻ്റെ കർത്തവ്യത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ പാതയിൽ ആദ്യമായി വരുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് വാൽമീകി രാമായണത്തിൽ പരശുരാമനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാസന്ദർഭത്തിൽ അങ്ങനെയാണ് പരശുരാമൻ്റെ പ്രവേശം. എന്താണ് യഥാർത്ഥത്തിൽ പരശുരാമൻ എന്ന കഥാപാത്രത്തെ കൊണ്ട്, അല്ലെങ്കിൽ വാൽമീകി രാമായണം, ഞാൻ ഈ പലതും കഥാപാത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ജനിക്കാൻ പാടില്ല, ഇവരെല്ലാവരും വെറും കഥാപാത്രം മാത്രമാണോ എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ദർശനങ്ങൾ നോക്കിയാൽ അറിയാം, കാലിക പ്രസക്തമായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സാമൂഹികപരമായും ചരിത്രപരമായും നടന്ന സംഭവങ്ങളെ ഒക്കെ കോർത്തിണക്കിയിട്ടാണ് പല ഇതിഹാസങ്ങളിലെയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ കഥാപാത്ര രചന നടക്കുന്ന സമയത്തൊക്കെ ഈ കഥാപാത്രങ്ങൾക്കുള്ള നാമകരണവും അതേപോലെ തന്നെ അവർ വഹിക്കേണ്ട അല്ലെങ്കിൽ വഹിക്കുന്ന ആ പ്രത്യേകമായ അല്ലെങ്കിൽ ആ നിർദ്ദിഷ്ട ഇതിഹാസത്തിലോ പുരാണത്തിലോ അല്ലെങ്കിൽ കഥകളിലോ ദർശന കഥകളിലോ ഒക്കെ ആ നാമത്തിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു തത്വം ഒളിപ്പിച്ച് വെക്കാറുണ്ട്, രഹസ്യമാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ പരശുരാമൻ എന്ന തത്വത്തെയും നമ്മൾ ഇന്നലെ വിശദമായി മനസ്സിലാക്കി. പരശുരാമൻ എന്ന ആ കഥാപാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രീരാമനോട് അദ്ദേഹം തൻ്റെ ജീവിത കഥ മുഴുവനും വിവരിക്കുന്ന സമയത്ത് കാർത്തിവീര അർജുനനുമായുള്ള യുദ്ധം, അതായത് ക്ഷത്രിയ വീരനായ ഭരണാധികാരിയായ കാർത്തിവീര അർജുനനുമായിട്ടുള്ള ആ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശവും, പിന്നെ ഏറ്റവും കൂടുതൽ പരശുരാമനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും ഭൂരിഭാഗം ജനതയും വികലമായ ഒരു വീക്ഷണത്തോടു കൂടിയാണ് ആ നാമം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലെ പ്രധാന ഏടായ കാർത്തിവീര അർജുനനുമായുള്ള യുദ്ധം കൂടെ ഇവിടെ പരാമർശിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാർത്തിവീര അർജുനൻ്റെ കഥ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നതല്ല, അതിനൊരു വിശകലനമാവാം നമുക്ക്. ഇപ്പോൾ കാർത്തിവീര അർജുനനെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിന് ജീവിത ആ പ്രയാണത്തിൽ ലഭിച്ച വരങ്ങളുമാണ്. രണ്ടാമത് ഭരണവും അദ്ദേഹത്തിൻ്റെ ഭരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളും. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പതനം. ഇനി നാലാമതാണെങ്കിൽ പരശുരാമനുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്ന് നമുക്ക് ഇവിടെ വിശകലനം ചെയ്യാം. അതിൽ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം നേടിയ വരങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ, കാർത്തിവീരൻ അല്ലെങ്കിൽ കാർത്തിവീര അർജുനൻ രാജാവായ കൃതവീര്യൻ്റെ മകനായിരുന്നു എന്ന് നമ്മൾക്ക് പുരാണങ്ങളിൽ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വംശാവലി യഥാർത്ഥത്തിൽ യദുവംശത്തിൽ പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വംശാവലി അദ്ദേഹം യഥാർത്ഥത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സംയുക്ത രൂപമായി കണക്കാക്കപ്പെടുന്ന ഈശ്വരീയമായ ആ മഹർഷി ദത്താത്രേയ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. തീവ്രമായ തപസ്സിലൂടെയും ഭക്തിയിലൂടെയും
അർജുനൻ ദത്താത്രേയനെ പ്രീതിപ്പെടുത്തുകയും, ഞാനിവിടെ അർജുനൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്, കാർത്തിവീര അർജുനൻ. ആ അർജുനൻ ദത്താത്രേയനെ പ്രീതിപ്പെടുത്തുകയും നിരവധി വരങ്ങൾ നേടുകയും ചെയ്യുകയും, അല്ലെങ്കിൽ നിരവധി വരങ്ങൾ നേടുകയും ചെയ്തു. ഈ വരങ്ങളിൽ പ്രശസ്തമായ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ 1000 ആയുധങ്ങൾ, അദ്ദേഹത്തിൻ്റെ അപാരമായ വരങ്ങളിൽ പ്രശസ്തമായതാണ് 1000 ഒരേ സമയം നിരവധി ജോലികൾ ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രതീകപ്പെടുത്തുന്ന 1000 ആയുധങ്ങൾ എന്ന് വിവക്ഷിക്കുന്ന ആ വരം. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് ആണ് ആ കഴിവ്. അപ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്വർണരഥം, അതുപോലെ നീതിപൂർവമായി ഭരിക്കുവാനുള്ള ശക്തി, ഭൂമിയെ തന്നെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ തന്നെ കീഴടക്കാനുള്ള ശക്തി, അതുപോലെ ശത്രുക്കളുടെ മേൽ അജയ്യത, പ്രകൃതി ദുരന്തങ്ങളൊക്കെ തടയാനുള്ള കഴിവ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഴിവുകൾ അദ്ദേഹത്തിനുണ്ടെന്ന് വായുപുരാണം പറയുന്നുണ്ട്. അപ്പോൾ തന്നേക്കാൾ ശക്തമായ ഒരു യോദ്ധാവിന് മാത്രമേ തന്നെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന വരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അതെങ്ങനെയാണ് ഒരു മനുഷ്യന് പോസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ, 1000 കൈയൊക്കെ പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വിവക്ഷിക്കേണ്ടത് ആധുനിക ടെർമിനോളജി എടുത്ത് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മൾട്ടി ടാസ്കിങ്. ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ഒരു സാധാരണ നമുക്കറിയാം, അത് എല്ലാ ബ്രെയിനിനും കിട്ടുന്ന ഒരു കഴിവല്ല, അത് സിദ്ധി തന്നെയാണ്. കാരണം മോഡേൺ സയൻസ് പറയുന്നുണ്ട്, മനുഷ്യൻ നോർമലി മനുഷ്യന് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. പക്ഷേ സിദ്ധിയുള്ള ആളുകൾക്ക് മൾട്ടി ടാസ്കിങ് പോസിബിളുമാണ്. അപ്പോൾ കഴിവുള്ള ആളുകൾക്ക് ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി ഉണ്ടാകും. അതായത് അർജുനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയാധിഷ്ഠിതമായ ബോധമാണ്. അതിനാണ് നമ്മൾ അർജുനൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ദ്രിയാധിഷ്ഠിതമായ ബോധത്തിന് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റിയും കൂടെ വന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്തായിരിക്കും, ആ ഒരു മനുഷ്യൻ്റെ കഴിവ് എന്തായിരിക്കും? അതായത് ഓൾറെഡി അയാളുടെ ഇന്ദ്രിയജന്യമായ ബോധം അല്ലെങ്കിൽ ഇന്ദ്രിയാവബോധം, നമ്മൾക്ക് എല്ലാവരെയും നയിക്കുന്നത് ഇന്ദ്രിയാവബോധമാണ്. ആ ഇന്ദ്രിയാവബോധത്തിന് മൾട്ടി ടാസ്കിങ്ങും കൂടെ ഒരേ സമയം പലതരം നിരവധി ജോലികൾ ചെയ്ത് തീർക്കാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിലോ അജയ്യൻ തന്നെയാണ് അദ്ദേഹം, അല്ലേ? അതുകൊണ്ട് തന്നേക്കാൾ ശക്തനായ ഒരു യോദ്ധാവിന് മാത്രമേ അങ്ങനെയുള്ള ഒരു അസ്തിത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം വെറും ഒരു ആബ്സേർഡ് കഥാപാത്രങ്ങളല്ല, വെറും ഒരു വിഡ്ഢിത്തരവും മണ്ടത്തരവുമായ അസ്തിത്വങ്ങളല്ല ശരിക്കും. അവയിലൊക്കെ തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, അല്ലേ? അങ്ങനെയുള്ള ഇന്ദ്രിയശക്തിയിൽ ഒരു മനുഷ്യനെ കീഴടക്കണമെങ്കിൽ അത്രയും പവർഫുൾ അല്ലാത്ത വേറൊരാൾക്ക് അല്ലാതെ സാധിക്കില്ല. ഇനി കാർത്തിവീര അർജുനന്റെ ഭരണവും നേട്ടങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, കാർത്തിവീര അർജുനൻ യഥാർത്ഥത്തിൽ വളരെ ധർമ്മിഷ്ഠനും നീതിമാനുമായ ഒരു ഭരണാധികാരി ആയിരുന്നു. തുടക്കത്തിൽ തൻ്റെ ശക്തികൾ തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി ഉപയോഗിച്ച ആളായിരുന്നു അദ്ദേഹം. വിശാലമായ പ്രദേശങ്ങൾ ഈ വീര്യം കൊണ്ട് കീഴടക്കി അദ്ദേഹത്തിൻ്റെ രാജ്യം 7 ഭൂഖണ്ഡങ്ങളിലായിട്ടും വ്യാപിച്ചു കിടന്നു എന്നൊക്കെ പുരാണപരമായി പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം എന്താ, നമുക്കറിയാം, അല്ലേ? ഇത്രയും കഴിവുള്ള ഈ മൾട്ടി ടാസ്കിങ് എബിലിറ്റിയുള്ള ബ്രെയിനുമായിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കീഴിൽ ഈ ലോകം തന്നെ കാൽക്കീഴിൽ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി വളരെ വലുതായിരുന്നു എന്ന് നമ്മൾ പറയാതെ പറയാം. അല്ലെങ്കിൽ ഒരിക്കൽ അദ്ദേഹം തൻ്റെ രാജ്ഞികളോടൊപ്പം കുളിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ 1000 കൈകളാൽ പുണ്യനദിയായ നർമ്മദയുടെ ഒഴുക്ക് തടഞ്ഞു എന്നു പറയുന്നുണ്ട്. നർമ്മദയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ നർമ്മദാ നദിയിൽ തൻ്റെ ആ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയ ഈ പറയുന്ന കാർത്തിവീര അർജുനൻ, അല്ലെങ്കിൽ കാർത്തിവീര അർജുനൻ ഈ നർമ്മദാ നദിയിൽ ഇങ്ങനെയുള്ള പരാക്രമം കാണിച്ച സമയത്ത് നർമ്മദാ നദിയിൽ തന്നെ തൻ്റെ ക്രിയകൾ ചെയ്തുകൊണ്ടിരുന്ന ലങ്കയിലെ രാജാവ് സാക്ഷാൽ രാവണൻ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയും രാവണനെ അദ്ദേഹം പരാജയപ്പെടുത്തി പിടികൂടി പിന്നീട് തൻ്റെ മുത്തച്ഛനായ പുലസ്ത്യ മുനിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് രാവണനെ വിട്ടയക്കുന്നത് എന്ന് പറഞ്ഞു.
ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ തത്വങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. നമുക്കിനി പോകെ പോകെ രാവണൻ്റെ തത്വമൊക്കെ മനസ്സിലാവുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കാർത്തിവീരാർജുനൻ മൾട്ടി ടാസ്കിങ്ങുള്ള ബ്രെയിൻ അല്ലേ, ആ ഒഴുക്ക്, നർമ്മദയുടെ ഒഴുക്ക് എന്നൊക്കെ പറയുന്നത് അവിടെ രാവണൻ വരാനുള്ള കാരണം അല്ലേ. രാവണൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ ഇമോഷൻസിൻ്റെ 10 ഡയമെൻഷനിലുള്ള നമ്മുടെ ആസക്തിയുടെ വാസനകളുടെ മൂർത്തി രൂപമാണ് യഥാർത്ഥത്തിൽ രാവണൻ. അപ്പോൾ അങ്ങനെയുള്ള വാസനകളെ അദ്ദേഹം പരാജയപ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ പിന്നീട് പുലസ്ത്യൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ വിട്ടയച്ചു എന്നാണ്. ആ കൺട്രോളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പതനം നോക്കാം. കാർത്തിവീരാർജുനൻ എങ്ങനെയാണ് പതിച്ചു പോയത്? ഇത്രയും ശക്തനായ മനുഷ്യൻ എങ്ങനെ പതിച്ചുപോയി? അപ്പം ഇത്രയും ശക്തിമത്തായ അദ്ദേഹം ലോകകാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ ലോകകാര്യങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്ന കാലത്ത് തന്നെ കാലക്രമേണ കാർത്തിവീരാർജുനൻ അഹങ്കാരിയും തൻ്റെ ശക്തിയിലും അത്തുപിടിക്കുകയും ഇത് അദ്ദേഹത്തെ മുനിമാരെ അനാദരിക്കാനും തൻ്റെ പ്രജകളെ ചൂഷണം ചെയ്യാനും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായി നമുക്കറിയാം. ആധുനിക കാലഘട്ടം എടുത്തു നോക്കിയാൽ തന്നെ പല രാജ്യങ്ങളിലും നമുക്കിത് കാണുവാൻ സാധിക്കും. തുടക്കം വരുന്ന പല ഭരണകൂടങ്ങളും വളരെ ജനനന്മ കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഒരു പുതിയ മാറ്റം കൊണ്ടുവരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. അവരുടെ ആദ്യത്തെ ഭരണം വളരെ ഗംഭീരമായിരിക്കും. പിന്നീട് ജനങ്ങൾ അത് തന്നെ പ്രതീക്ഷിച്ച് അധികാരം അവരിൽ തന്നെ നിലനിർത്തിയാൽ പിന്നീട് അങ്ങോട്ട് അവർ ജനങ്ങളോട് കാണിക്കുന്ന ഒരു പ്രവണത ഈ പറയുന്ന പോലെ കാർത്തിവീരാർജുനനെ പോലെയാണ്. അഹങ്കാരമായിരിക്കും, അവരുടെ ആ ശക്തിയിൽ മത്തുപിടിക്കും. അപ്പോൾ തനിക്ക് തന്നെ വോട്ട് ചെയ്ത് ഈ പറയുന്ന കസേരകളിൽ ഇരുത്തുന്ന ജനങ്ങളെ തന്നെ അനാദരിക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ അവർ തയ്യാറാവും. ഇത് ആധുനിക കാലഘട്ടത്തിലും സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു നായാട്ടിനിടെ പരശുരാമൻ്റെ പിതാവായ ജമദഗ്നി മുനിയുടെ ആശ്രമം സന്ദർശിച്ച ഈ കാർത്തിവീരാർജുനൻ അവിടെ കണ്ട ആ ഈശ്വരീയമായ ആ കാമധേനുവിനെ മോഹിച്ചു. അതിനെ ആ മോഹം ജമദഗ്നിയുടെ പക്കൽ അറിയിക്കുകയും ചെയ്തു. പക്ഷെ ജമദഗ്നി മഹർഷി ആ കാമധേനുവിനെ കൈമാറാൻ വിസമ്മതിച്ചു. അങ്ങനെ അവിടെ വെച്ച് ജമദഗ്നി മഹർഷി, അതായത് സാക്ഷാൽ പരശുരാമൻ്റെ പിതാവാണ്, ആ പിതാവിനെ അവിടെ നിന്ന് വധിക്കുകയാണ്. അങ്ങനെ പരശുരാമനുമായിട്ടുള്ള പിന്നീടുള്ള കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്ത വഴിത്തിരിവ്. ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന പിതാവിൻ്റെ കൊലപാതകം മനസ്സിലാക്കിയ സമയത്ത് വിഷ്ണുവിൻ്റെ അവതാരവും ശക്തമായ യോദ്ധാവുമായ പരശുരാമൻ പ്രതികാര ബുദ്ധിയോടെ നിറഞ്ഞ് താണ്ഡവമാടുക. അദ്ദേഹം മഹിഷ്മതിയിലേക്ക് അല്ലെങ്കിൽ അവിടത്തേക്ക് യാത്ര ചെയ്ത് കാർത്തിവീരാർജുനനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും തുടർന്ന് ഉഗ്രമായ യുദ്ധം നടക്കുകയും അവിടെ പരശുരാമൻ, അതായത് ശിവൻ നൽകിയ തൻ്റെ ആ പരശു ഉപയോഗിച്ച്, ആ ദിവ്യമായ കോടാലി ഉപയോഗിച്ച് കാർത്തിവീരാർജുനൻ്റെ ആയിരക്കണക്കിന് കൈകളുമായി യുദ്ധം, അല്ലെങ്കിൽ ആ കരങ്ങളുമായി യുദ്ധം ചെയ്ത് തൻ്റെ ശക്തി ഉണ്ടായിരുന്നിട്ടും കാർത്തിവീരാർജുനനെ ഒടുവിൽ പരശുരാമൻ പരാജയപ്പെടുത്തി കൊലപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 1000 കൈകൾ മുറിച്ചു മാറ്റി ജീവിതം അവസാനിപ്പിക്കുകയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ തത്വത്തിലേക്ക് തന്നെ പോയാൽ ഉത്തരം വളരെ സ്പഷ്ടമാണ്. പരശു എന്നുള്ളത് ശിവൻ നൽകിയ ആയുധമാണെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആയുധങ്ങളും അല്ലെങ്കിൽ അസ്ത്രങ്ങളും എന്നൊക്കെ പറയുന്നത് മന്ത്രമാണ്, യഥാർത്ഥത്തിൽ ഒരു വിദ്യയാണ്. ഇവിടെ ഈ പറയുന്ന പോലെ ഇന്ദ്രിയ അവബോധമായ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശേഷിയുള്ള മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റിയുള്ള ബ്രെയിന് ഉണ്ടായ ഒരു അസ്തിത്വമായ ശക്തിശാലിയായ ഭരണാധികാരി പിന്നീട് തൻ്റെ അഹങ്കാരം നിമിത്തം തൻ്റെ തന്നെ പ്രജയെ കൊള്ളയടിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരശുരാമനാൽ വധിക്കപ്പെടുന്നു. ആ ബുദ്ധിയെ നമ്മുടെ ചേതനയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ചൈതന്യത്താൽ, അല്ലേ, രാമചൈതന്യത്താൽ, അതിൻ്റെ പരശുവിനാൽ, അതായത് പരശുരാമനും ഈ പറയുന്ന പോലെ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരം, വിഷ്ണു തത്വം എന്താണ്? ഈ പ്രപഞ്ചത്തെ സ്ഥിതി അവസ്ഥയിൽ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതുമായ
ചൈതന്യമാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ പ്രകൃതത്തെ അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയെ നിലനിർത്താൻ അതിൻ്റെ അഹങ്കാര തത്വത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ യുദ്ധം എന്നുകൊണ്ടുള്ളത് പറയുന്നു. ഇനിയും നോക്കൂ, 21 ദിവസം നീണ്ടു നിന്ന യുദ്ധം അല്ലെങ്കിൽ 21 യുദ്ധങ്ങൾ എന്ന് പറയുന്നു. ഇതിന് ഞാൻ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഇത്രയും സയൻറ്റിഫിക് ആയ അപ്രോച്ചാണോ ഈ പറയുന്ന പുരാണങ്ങൾ എഴുതുമ്പോൾ അവർ സമീപിച്ചത് അല്ലെങ്കിൽ കൈക്കൊണ്ടത് എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും. വളരെ അതിശയം തോന്നും. കാരണം എന്താ, മോഡേൺ സയൻസ് പറയുന്നു 21 ദിവസം നമ്മൾ കൃത്യമായി ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ബ്രെയിനിൽ അത് ഒരു ന്യൂറോപാത്ത് ആയി മാറുമെന്ന്. ആ കാര്യം, അതായത് ബ്രെയിൻ ആ ആക്ടിവിറ്റിയെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ആധുനിക ശാസ്ത്രം പറയും. എന്നാലും വാൽമീകി രാമായണത്തിൽ അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളിൽ നമ്മൾ പരശുരാമൻ്റെയും കാർത്തികേയ-അർജുനൻ്റെയും യുദ്ധ തത്വമെടുത്ത് നോക്കിയാൽ ആ 21 എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രെയിനിൻ്റെ ആ മൾട്ടി ടാസ്കിങ് എന്താ പറയുക കപ്പാസിറ്റി നശിക്കുന്ന സമയത്ത് അഹങ്കാരം മൂലം അല്ലേ, തൻ്റെ ശക്തിയിൽ മതിമറന്ന അഹങ്കാരത്തിനാൽ ആ കപ്പാസിറ്റി മറന്നു പോകുന്ന ബ്രെയിനിന് മന്ത്രതലത്തിൽ അല്ലെങ്കിൽ ഉപാസനാ തലത്തിൽ, ധാർമ്മികമായ തലത്തിൽ, കാരണം പരശുരാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി ശക്തമായി പോരാടുന്ന യോദ്ധാവ് എന്ന ചൈതന്യമാണ് യഥാർത്ഥത്തിൽ. ആ ക്ഷാത്ര ചൈതന്യമാണ്. കാരണം എന്താ, അദ്ദേഹം ഒരേ സമയം ബ്രാഹ്മണനും ഒരേ സമയം ക്ഷത്രിയനുമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരേ സമയം ബ്രാഹ്മണ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അറിവാണ്, ജ്ഞാനം. അപ്പോൾ ആ ജ്ഞാനം ഉപയോഗിച്ച് ധീരമായ ഇൻറ്റൻസായ ആക്ടിവിറ്റിയിൽ 21 ദിവസം നമ്മൾ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ബ്രെയിനിനെ സഞ്ചരിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ, ഒരു യുദ്ധം ചെയ്താൽ, തൻ്റെ തന്നെ ഉള്ളിൽ ഒരു യുദ്ധം ചെയ്താൽ, കാർത്തികേയ-അർജുനൻ തൻ്റെ തന്നെ ഉള്ളിൽ തൻ്റെ ബ്രെയിനിനോട് യുദ്ധം ചെയ്താൽ 21 ദിവസം കഴിഞ്ഞാൽ അത് എൻ്റെ തന്നെ തലച്ചോറിൽ അതൊരു ന്യൂറോപാത്തായി മാറും, പുതിയൊരു സൃഷ്ടിപരമായ കഴിവായി മാറും. അപ്പോൾ നോക്കൂ, ശരിക്കും ഓരോ കഥാപാത്രവും നമ്മളോട് പറയുന്നത് ആധുനികമായ ശാസ്ത്രമാണ്. പക്ഷെ നമ്മൾക്കിത് മനസ്സിലാവുന്നില്ല. കാർത്തികേയ-അർജുനൻ്റെ ഈ പറയുന്ന ആ യുദ്ധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഈ 21 തവണ അത് യുദ്ധം ചെയ്തു അല്ലേ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പതനമുണ്ടായിരുന്നിട്ടും കാർത്തികേയ-അർജുനൻ തൻ്റെ ആദ്യകാല ആ നീതിമത്തായ ഭരണത്തിനും അപാരമായ ശക്തിക്കും വേണ്ടി ഇപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ശക്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കാർത്തികേയ-അർജുനനെ പോലെ എന്ന് പറയും. അദ്ദേഹത്തെ ചിലപ്പോൾ ഒരു ഈശ്വരനായും അല്ലെങ്കിൽ ഒരു ദൈവികമായ അസ്തിത്വമായും അതുപോലെ തന്നെ സംരക്ഷകനായും ഒക്കെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഹേയന്മാർ അല്ലെങ്കിൽ ഹയവന്മാർ എന്നൊക്കെ വിളിക്കുന്ന ഒരു വംശാവലി തന്നെ അദ്ദേഹത്തിൻ്റെ അവകാശം ഉന്നയിച്ച് ഇവിടെയുണ്ട്, കലാചൂരികൾ. അപ്പോൾ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മികമായ ആ പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഹങ്കാരത്തിൻ്റെയും എന്താണ് പറയുക ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് പരശുരാമനും അദ്ദേഹവുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥകൾ. ഇനി ഈ കാർത്തികേയ-അർജുനൻ എന്ന ഈ അസ്തിത്വത്തിൻ്റെ 1000 കൈകളുടെ നിഗൂഢവും ആലങ്കാരികവുമായ അർത്ഥം നോക്കിയാലും ഈ പറയുന്ന പോലെ അപാരമായ ശക്തിയുടെയും കഴിവിൻ്റെയും പ്രതീകമാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ ശരീരനായ പഴയ ഭാരത പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറയും അല്ലേ, മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ 1000 ഹൈഡ്രജൻ ബോംബ് ഒരുമിച്ചിട്ട് പൊട്ടിച്ചാൽ എത്ര എനർജി പ്രകൃതിയിലേക്ക് റിലീസ് ചെയ്യും, അത്രയും എനർജി ഉൾക്കൊള്ളുന്ന അസാമാന്യമായ സൂക്ഷ്മ തല അസ്തിത്വമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടത് അല്ലെ. ആധുനികതയിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ് മനസ്സിൻ്റെ ശക്തി. അതിനേക്കാൾ മുമ്പേ ഋഷീശ്വരന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അപാരമായ ശക്തിയുടെയും കഴിവിൻ്റെയും പ്രതീകമാണ് ആ 1000 കൈകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതെവിടെയാണ് അർജുനൻ അല്ലെ, ഇന്ദ്രിയാധിഷ്ഠിതമായ ബോധം. അപ്പോൾ സാധാരണ മനുഷ്യരുടേതിനേക്കാളും വളരെ ഉയർന്നതാണ് 1000 കൈകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ശക്തിയെയും കഴിവുകളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. യുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെയും വിശാലമായ പ്രദേശങ്ങൾ കീഴടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയാണ്, ആ ശക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചിത്തത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സിനും ബുദ്ധിക്കും കൈവരുന്ന അസാമാന്യമായ ശക്തി കൊണ്ട് അത് സമസ്ത ലോകങ്ങളെയും കീഴടക്കാൻ സാധിക്കുന്ന വൈദഗ്ധ്യമാണ് യഥാർത്ഥത്തിൽ കാർത്തികേയ-അർജുനൻ എന്ന അസ്തിത്വം സൂചിപ്പിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നിലധികം കൈകൾ ഉണ്ടായിരിക്കുകയും വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ചിത്രീകരണമാണ് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു യോദ്ധാവ്, സംരക്ഷകൻ എന്ന നിലകളിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബഹുമുഖ സ്വഭാവത്തെ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, വിവിധ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്നതിൻ്റെ ചിത്രീകരണം നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒന്നിലധികം കൈകൾ, അതായത് യഥാർത്ഥത്തിൽ ശക്തനായ ഭരണാധികാരി. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? നമ്മുടെ പ്രജ്ഞയാണ്. ആ പ്രജ്ഞയ്ക്ക് 1000 കൈകൾ എന്ന സിദ്ധി. ആ സിദ്ധി പക്ഷേ ഡൈവേർട്ടായി അതിൽ അഹങ്കാരം കയറി കൂടിയാൽ പരശുരാമൻ വരും ആ 1000 കൈയെയും അറുത്ത് ഇല്ലാതാക്കാൻ, തന്നെ വധിക്കാൻ. പരശുരാമൻ തൻ്റെ ധാർമ്മിക ബോധം ഒരു യോദ്ധാവിനെ പോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിത്തിൽ സംരക്ഷിക്കുന്ന ചൈതന്യം, അതിന് ശിവൻ്റെ ആയുധമാണുള്ളത്, പരശു. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ കഥകളിലൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ സ്റ്റോറീസാണ്. ഇന്ന് മിസൈലും സാറ്റലൈറ്റ് വോർഫെയർ ടെക്നോളജിയും സംസാരിക്കുന്ന സമയത്താണ് ഇവർ പരശുരാമനും 1000 കൈകളും എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫിലോസഫിയും ആ സൈക്കോളജിക്കൽ അപ്രോച്ചും നമ്മൾ മനസ്സിലാക്കിയാൽ വണ്ടർഫുൾ ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയും. ഇനി കാർത്തവീര്യാർജുനൻ്റെ രണ്ടാമത് ക്വാളിറ്റി അല്ലെങ്കിൽ നിഗൂഢത എന്താണ്? സർവ്വവ്യാപിയും ദിവ്യപ്രാപ്തിയുമാണ്. ഭുജങ്ങളുടെ ബാഹുല്യം ഒരേ സമയം അദ്ദേഹത്തെ വിവിധ വശങ്ങളിലും ദിശകളിലും സന്നിഹിതനായിരിക്കുവാനും സ്വാധീനം ചെലുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രതീകപ്പെടുത്തുന്നു. 7 ഭൂഖണ്ഡങ്ങളെയും അദ്ദേഹം കീഴടക്കിയതായി വിശ്വസിക്കപ്പെടുന്നത് പോലെ ഭൂമിയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ ആധിപത്യത്തെയും അധികാരത്തെയും ഇത് സൂചിപ്പിക്കുന്നു. 1000 കൈകൾ പ്രപഞ്ചക്രമം നിലനിർത്താനും സൃഷ്ടി, സംരക്ഷണം, ലയനം എന്നിവയുടെ ശക്തികളെ സന്തുലിതമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പുരാണം പറയുമ്പോൾ നേരെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു നോക്കുക. ഭുജങ്ങളുടെ ബാഹുല്യം, ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ മനോബുദ്ധ്യഹങ്കാരങ്ങളുടെ കഴിവിനെയാണ് ഭുജങ്ങൾ. ഇപ്പം നമ്മുടെ ഏതൊരു ദേവീ വിഗ്രഹമോ അല്ലെങ്കിൽ ദേവിയുടെ ചിത്രമോ ദേവൻ്റെ ചിത്രമോ എടുത്താൽ അതിൽ ഭുജങ്ങളുടെ എണ്ണം യഥാർത്ഥത്തിൽ ആ ചൈതന്യത്തിൻ്റെ ക്വാളിറ്റി, ഗുണങ്ങൾ ഡിപ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ യഥാർത്ഥ അസ്തിത്വത്തിൽ അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ടായോ എന്ന് പറഞ്ഞാൽ നരവംശ ജന്തുശാസ്ത്രങ്ങൾ നോക്കിയാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അസ്തിത്വത്തെ ഇതുവരെ അതിൻ്റെ ഫോസിലുകളൊന്നും എവിടെയും നമ്മൾ കണ്ടെടുത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ വളരെ താത്വികമായി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ചിഹ്നങ്ങളാണ്. വിഗ്രഹം എന്ന് വിളിക്കുന്നത് തന്നെ വിശേഷേണ ഗ്രഹിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നുള്ള വിശേഷമായി ഗ്രഹിക്കാനുള്ള തത്വങ്ങളെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ വശങ്ങളിലും ദിശകളിലും നമ്മുടെ മൈൻഡ് എങ്ങനെ സഞ്ചരിക്കുക? പല ദിശകളിൽ സഞ്ചരിക്കും. അപ്പോൾ എല്ലാ ദിശകളിലും വശങ്ങളിലേക്കും അത് സഞ്ചരിക്കും അല്ലെ, സന്നിഹിതനായിരിക്കും. അത് മാത്രമല്ല അവിടെ സ്വാധീനം ചെലുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രതീകപ്പെടുത്തുന്നു. അതാണ് കാർത്തവീര്യാർജുനൻ, ആ ബ്രെയിൻ കപ്പാസിറ്റി, മൾട്ടി ടാസ്കിങ്, സ്വാധീനം ചെലുത്തലാണ് ടാസ്കിങ്. 7 ഭൂഖണ്ഡങ്ങൾ, അതെന്താ യഥാർത്ഥത്തിൽ 7 ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം എടുത്തു നോക്കിയാൽ മൂലാധാരം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, പിന്നെ സഹസ്രാരം. 7 ഈ 7 തലങ്ങളുണ്ട് നമ്മൾക്ക്. 7 14 ലോകം എന്ന് പറയുന്നല്ലേ. ഇവിടുന്ന് മുകളിലേക്ക് 7 ദേവലോകം, അവിടുന്ന് താഴെ അടുത്ത 7 അധോലോകം. അപ്പോൾ ഈ 7 ചക്രങ്ങൾ ആണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ, ഈ പറയുന്ന കാർത്തവീര്യാർജുനനാകുന്ന മനോബുദ്ധി അഹങ്കാരങ്ങൾ ജീവിക്കുന്നത് സൂക്ഷ്മതയിലാണ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സൊക്കെ ജീവിക്കുന്നത് ഈ 7 ഭൂഖണ്ഡങ്ങളിലാണ്. അപ്പം നമ്മൾ നോക്കി ഈ 7 ഭൂഖണ്ഡം പ്രകൃതിയിൽ, അതാണ് പറയുന്നത് യത് പിണ്ടാണ്ടേ തത് ബ്രഹ്മാണ്ടേ. എന്താണ് എൻ്റെ ശരീരം, അത് തന്നെ നമ്മൾക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കും. പ്രകൃതി എന്ന ഇതിൽ ലോകങ്ങളിൽ ജനവാസവും ജീവജന്തുജാല വാസങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? 7 ഭൂഖണ്ഡങ്ങളിൽ നിന്ന്. എൻ്റെ ശരീരമാകുന്ന ലോകത്തിൽ സർവ്വതും വസിക്കുന്നത് ഈ പറയുന്ന മനസ്സിലാണ് എൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊജക്ഷൻ. അതും 7 7 ചക്രങ്ങളിലാണ് സൂക്ഷ്മതയിൽ വസിക്കുന്നത്. അപ്പോൾ അതിനെ 7നെയും അദ്ദേഹം കീഴടക്കുന്നു. ആര്? നമ്മുടെ ഈ പറയുന്ന പ്രജ്ഞ, നമ്മുടെ മേധസ്, നമ്മുടെ ബുദ്ധി, ഇതിനെ 7നെയും കീഴടക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നത് പോലെ തന്നെ പിന്നെ ഭൂമിക്ക് മേലുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ ആധിപത്യത്തെയും അധികാരത്തെയും ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഭൂമി, നമ്മുടെ ശരീരത്തെ നമ്മൾ 5 ആയിട്ട്, മെയിൻലി 3 നമ്മൾ പറയും: സ്ഥൂലം, സൂക്ഷ്മം, കാരണ ശരീരം.
അതിൽ സ്ഥൂല ശരീരത്തെ ഇതിനെ തന്നെ വികസിപ്പിച്ച നമ്മൾ 5 പഞ്ചകോശ ശരീരങ്ങൾ എന്ന് പറയും. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയ ശരീരം എന്നുള്ള 5 ശരീരങ്ങളുണ്ട് നമ്മൾക്ക് അസ്തിത്വം യോഗശാസ്ത്രപരമായി പറയുമ്പോൾ. ഈ 5ൽ ഞാനും നിങ്ങളും കാണുന്ന ശരീരത്തെ നമ്മളെ യോഗശാസ്ത്രത്തിൽ വിളിക്കുന്ന പേരാണ് അന്നമയ ശരീരം. അന്നം കൊണ്ട് പുഷ്ടിപ്പെടുത്തുന്ന ശരീരം. അതായത് ഞാനും നിങ്ങളും എപ്പോഴാണോ ഈ ഭൂമിയിൽ ജനിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവചൈതന്യം എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ഞാനാകുന്ന അസ്തിത്വത്തിൻ്റെ ശരീരത്തെ ഞാൻ പോഷിപ്പിച്ചത് ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച അന്നത്തിൻ്റെ ഫലത്തിലാണ്. അന്ന് ഞാൻ നേരിട്ട് അന്നം സ്വീകരിക്കുന്നില്ലെങ്കിലും അമ്മ വഴി സ്വീകരിച്ച് അമ്മയുടെ പൊക്കിൾ കൊടിയിലൂടെയാണ് ഞാൻ അന്നത്തെ സ്വീകരിച്ച് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജീവിക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത്. ആ അമ്മയുടെ 9 മാസത്തെ വ്രതത്തിന് തപസ്സിൻ്റെ ഒടുവിൽ ഞാൻ ഇവിടെ ഭൂജാതനാകുന്നു. അപ്പം എൻ്റെ ശരീരത്തിൻ്റെ തത്വം യഥാർത്ഥത്തിൽ സ്ഥൂലമാണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ മാറ്റർ. അപ്പം ഈ മാറ്ററിനെ ഭരിക്കുന്നത് ആരാ യഥാർത്ഥത്തിൽ? ബ്രെയിനാണ്. നമ്മുടെ എല്ലാ ചലനങ്ങളും നമുക്കറിയാലേ, ബ്രെയിൻ ഈസ് ദ CPU ഓഫ്, അല്ലേ, നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ CPU എന്താണ്? സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്താണ്? ബ്രെയിനാണ്. അപ്പം ഭൂമിക്ക് മേലുള്ള ഈ അന്നമയ ശരീരത്തിന് മേലുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ ആധിപത്യം, മനോബുദ്ധി അഹങ്കാരമായ അന്ധകരണത്തിൻ്റെ ആദിക്ക് അല്ലെങ്കിൽ അധികാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1000 കൈകൾ പ്രപഞ്ചക്രമം, പ്രപഞ്ചം എന്നുള്ളത് എൻ്റെ 7 ലോകങ്ങളെയാണ് ഞാൻ പ്രപഞ്ചം എന്ന് കരുതേണ്ടത്. ബാഹ്യത്തെ കാണുന്നത് ഈ പറയുന്ന അതിൻ്റെ റിഫ്ലക്ഷനാണ് എനിക്ക് പുറത്ത്. നിങ്ങൾ ഈ പുറത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലുള്ള പ്രപഞ്ചത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്നു, പുറത്ത് സ്ഥൂലമായിരിക്കുന്നു. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ക്രമം നിലനിർത്താൻ, അതിൻ്റെ ക്രമത്തിനെ നമ്മുടെ സനാതനധർമ്മശാസ്ത്രങ്ങൾ വിളിക്കുന്ന പേരാണ് ഋതം. സത്യമായത് അതാണ് ഋതം, ഒരു താളം. ആ താളത്തെ നിലനിർത്തൂ, അതിനെയാണ് ക്രമം എന്ന് പറയുക. അങ്ങനെ ആ താളം നിലനിർത്തിയാൽ നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടി, സ്ഥിതി, അതുപോലെ തന്നെ സംഹാരം, ഈ 3 ചൈതന്യങ്ങളുടെ പ്രവർത്തനവും സന്തുലിതമാക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെയും കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ, 1000 കൈകൾ എന്നത് തൻ്റെ അസ്തിത്വത്തിൻ്റെ വിവിധ വശങ്ങളായ ശാരീരിക, മാനസിക, ആത്മീയ വശങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെ ഒരു രൂപകമായി വ്യാഖ്യാനിക്കാം. കാർത്തവീര അർജുനൻ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ വശങ്ങളിലുള്ള, അതിൻ്റെ മുകളിൽ ഈ പറയുന്ന അന്ധകരണത്തിനുള്ള അല്ലെങ്കിൽ പ്രജ്ഞയ്ക്കുള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ വൈദഗ്ധ്യമാണ്. ദ സ്കിൽ ടു ഗെയിൻ, അല്ലെങ്കിൽ ടു റൂൾ ഓവർ ശരീരവും മനസ്സും ഈ പറയുന്ന ആത്മാവിൻ്റെ വശങ്ങളും. നർമ്മദാ നദിയെ കൈകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രകൃതിയുടെയും പ്രകൃതിയുടെ ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾക്ക് മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നതാണ്. പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരമാണ് എൻ്റെ പ്രകൃതിയെങ്കിൽ ആ ശരീരത്തിന് മേലുള്ള അദ്ദേഹത്തിൻ്റെ കൺട്രോളിനെ സൂചിപ്പിക്കുന്നതാണ് ആ നർമ്മദാ നദിയെ. ആ പ്രകൃതിയുടെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിനിന് സാധിക്കും. കാരണം ജന്മനാ എനിക്കുള്ള സ്വച്ഛന്തമായ ആ ഒഴുക്ക്, അല്ലേ, കൃത്യമായ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ആര് വിചാരിച്ചാൽ സാധിക്കും? ബ്രെയിൻ വിചാരിച്ചാൽ സാധിക്കും, അല്ലേ? മനസ്സിൽ നമ്മൾക്ക് ആകുലതകൾ നിറഞ്ഞാൽ അത് സ്ട്രെസ്സാവും, പിന്നെ എൻ്റെ ശരീരത്തിൽ അത് രോഗങ്ങളാവും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുന്നത് ആധുനിക ശാസ്ത്രം കണ്ടെത്തി നമ്മളോട് പറയുന്നു. എന്ത് പറയുന്നു? മനസ്സിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ നോക്കൂ, കാർത്തവീര അർജുനൻ ആ ഒഴുക്കിനെ സ്വന്തം കേപ്പബിലിറ്റീസായ കൈകൾ ഉപയോഗിച്ചിട്ട് തടയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത വികാരങ്ങൾ ഉടലെടുക്കുന്നു. കാമക്രോധലോപമോഹ മതമാത്സര്യാദി. രാവണനെ തോൽപ്പിച്ച ആദ്യം അദ്ദേഹം രാവണനെ തോൽപ്പിച്ചു, പിന്നീട് രാവണനെ വിട്ടയച്ചു. അപ്പോൾ എന്തായി? ഈ രാവണൻ്റെ വാസനകൾ അദ്ദേഹത്തെ കീഴടക്കി, അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ബാക്കിയുള്ള താൻ പോരിമയും ഒക്കെ വന്നു. അങ്ങനെയാണ് അദ്ദേഹം മുനിമാരെയും സ്വന്തം പ്രജകളെയൊക്കെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലാക്കും. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റഫോറിസം പോണത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ വെറുതെ നേരം പോക്കിന് എഴുതിയ കഥകളൊന്നും അല്ല രാമായണവും ഭാഗവതവും അതുപോലെ മഹാഭാരതമൊക്കെ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇതുപോലെ വെച്ച ഒരുപാട്
തത്വങ്ങളുണ്ട്, വളരെ മനുഷ്യകുലത്തിന് തന്നെ ഉപകാരമുള്ളത്, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാക്കി തരും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ യോഗശക്തികളെയും വിവിധ പ്രവർത്തനങ്ങൾ, അതായത് ഭരണം, യുദ്ധം, ധ്യാനം ഒരേ സമയം കാര്യക്ഷമമായി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് ഈ കാർത്തികവീര. കാരണം തൻ്റെ ഉള്ളിലുള്ള അഗ്രസീവ്നെസ് ഒരു ഭാഗത്ത് നിലനിർത്തുകയും അതുപോലെ തന്നെ യുദ്ധം, അതുപോലെ ഭരണം, അല്ലേ, നമ്മൾക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കൺട്രോളിങ് പവർ ഉണ്ട്, അതാണ് ഭരണം. പിന്നെ ധ്യാനം, ആത്മീയമായ പുരോഗതി നേടാനുള്ള ഭക്തി പോലുള്ള ഇതെല്ലാം ഒരു പേഴ്സണാലിറ്റിയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന കാർത്തികവീര അർജുനനായി മാറുന്നത്. അപ്പോൾ പ്രപഞ്ചശക്തികളുടെയും ദിവ്യ ഉത്ഭവത്തിൻ്റെയും പ്രതിനിധാനമാണ്, ഈശ്വരീയമായ ഉത്ഭവത്തിൻ്റെ പ്രതിനിധാനമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം. നാരദ പുരാണം അനുസരിച്ച് കാർത്തികവീര അർജുനൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരം എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ 1000 കൈകൾ സുദർശന ചക്രത്തിൻ്റെ ആ ഓരോ പല്ലുകളും പ്രസരിപ്പിക്കുന്ന ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് നാരദ പുരാണത്തിൽ അങ്ങനെ ഒരു വീക്ഷണം നമുക്ക് കാണാം. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പ്രപഞ്ചശക്തികളെയൊക്കെ പ്രതീകപ്പെടുത്തുന്നതാണ്. സുദർശന ചക്രം വിഷ്ണുവിൻ്റെ ഈ പറയുന്ന പോലെ ദിവ്യായുധമാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഥയെ ഒരു വലിയ പ്രപഞ്ച നാടകത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഒരു വലിയ പ്രപഞ്ച നാടകത്തിൻ്റെ ഭാഗമാണ് പരശുരാമനും കാർത്തികവീര അർജുനും ഒക്കെ ഏറ്റുമുട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമായ പരശുരാമനുമായി കൂടിക്കാഴ്ചയിൽ കലാശിച്ച് അങ്ങനെ ഒരു യുദ്ധത്തിന് തന്നെ കളം ഒരുങ്ങുന്നത്. ഇനി 5ാമത് നോക്കിയാൽ അഹങ്കാരത്തിനും അധികാര ദുർവിനിയോഗത്തിനുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആദ്യം തൻ്റെ 1000 കൈകളുമായി ബന്ധപ്പെട്ട നല്ല ഗുണങ്ങൾ ഉണ്ടായ വ്യക്തിയാണ് കാർത്തികവീര അർജുനൻ. പക്ഷെ കാർത്തികവീര അർജുനൻ ഒടുവിൽ എന്തു പറ്റി? പതനം സംഭവിച്ചു. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനൊക്കെ വഴങ്ങി തൻ്റെ ശക്തി ദുരുപയോഗം ചെയ്യേണ്ടി വന്നു അദ്ദേഹം. അങ്ങനെ ധർമ്മത്തിലും നീതിയിലും വിനയത്തിലും അധിഷ്ഠിതമല്ലാത്ത ഒരു അസാധാരണമായ ശക്തി പോലും നമ്മളെ നാശത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഒരു ആലങ്കാരികമായ മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാനുള്ള പാഠം. അങ്ങനെ ജമദഗ്നി മഹർഷിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാൽ പ്രതീകപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും ആത്മീയ അധികാരത്തോടുള്ള അനാദരവിൻ്റെയും അനന്തര ഫലങ്ങളെ അദ്ദേഹത്തിൻ്റെ കഥ എടുത്തു കാണിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ തത്വങ്ങൾ. പല കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾക്ക് അതിലൊക്കെ നിഴലിക്കുന്നതാണ്. സാരാംശത്തിൽ പറഞ്ഞാൽ കാർത്തികവീര അർജുനൻ യഥാർത്ഥ, അല്ലെങ്കിൽ അർജുനൻ്റെ ആ 1000 കൈകൾ അപാരമായ ശക്തിയുടെയും വിശാലമായ ആധിപത്യത്തിൻ്റെയും അസാധാരണമായ കഴിവുകളുടെയും ശക്തമായ പ്രതീകമാണ്. എന്നിരുന്നാലും അത്തരം ശക്തമായ, അല്ലെങ്കിൽ ആ ശക്തിയെ വിവേകത്തോടെയും നീതിപൂർവവുമായി ഉപയോഗിക്കാനുള്ള ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തത്തിൻ്റെ ആലങ്കാരികമായ ഒരു ഭാരം കൂടെ ആ കൈകൾ വഹിക്കുന്നുണ്ട്. കാരണം അത് അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അന്തിമനാശത്തിലേക്ക് നയിക്കില്ലായിരുന്നു. അപ്പം എപ്പോഴും ഇങ്ങനെയുള്ള കഥകളിലൊക്കെ വരുന്ന സമയത്ത് ഇതായിരുന്നു പരശുരാമന് 21 ദിവസം അല്ലെങ്കിൽ 21 യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ബ്രെയിനിൽ ഒരു ന്യൂറോപാത്ത് സൃഷ്ടിക്കേണ്ടി വന്നു. കാരണം ബ്രെയിന് അതിൻ്റെ ശരീരം ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച്, 1000 കൈകൾ ഉപയോഗിച്ച് തൻ്റെ മുഴുവൻ ശരീരത്തെയും ചിന്തയെയും പ്രവൃത്തികളെയും അധർമ്മത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പരശുരാമന് ഏറ്റുമുട്ടേണ്ടി വന്നു. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു ധാർമ്മികമായ ആ താളത്തിന്, ഈ ഒരു ചൈതന്യത്തിനോട് ഏറ്റുമുട്ടേണ്ടി വന്നു. അതാണ് ഈ പരശുരാമ കാർത്തികവീര അർജുന യുദ്ധം. ഇനി നമുക്ക് കഥയിലേക്ക് പുരോഗമിക്കാം, അല്ലെ? ആലങ്കാരികത നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇനി നമുക്ക് കഥയിലേക്ക്, രാമായണത്തിലേക്ക് മടങ്ങി പോകുമ്പം അയോധ്യയിലെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഒന്ന് നോക്കാനുള്ളത്. അവിടെ അയോധ്യ നഗരിയിലെത്തിയ ദശരഥൻ തൻ്റെ പുത്രന്മാരോടൊപ്പം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നു. അദ്ദേഹം ഇതിനകം തന്നെ ദയാലുവായ ഒരു രാജാവായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രജകൾക്ക് പ്രിയങ്കരനും ശത്രുക്കൾക്ക് ബഹുമാന്യനുമായിരുന്നു, അല്ലേ? അദ്ദേഹം അയോധ്യയിൽ ശ്രീരാമനും സീതയും യഥാർത്ഥത്തിൽ വിഷ്ണുവും ലക്ഷ്മി ദേവിയും പോലെ വിവാഹ ജീവിതം ആസ്വദിക്കുക. യഥാർത്ഥത്തിൽ അവർ വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെ അവതാരം തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ രാജാവും രാജ്ഞിമാരും ചേർന്ന് 4 യുവരാജകീയ ദമ്പതികളും ആയി അവിടെ താമസിച്ചിരുന്നു.
ഇത് യഥാർത്ഥത്തിൽ ആ രാജ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ അവിടെ ആ രാജ്യത്തിൻ്റെ എല്ലാ പ്രജകൾക്ക് പോലും വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. അങ്ങനെ ആ സന്തോഷം മുൻപോട്ട് പോകുമ്പോഴാണ് കേകയ രാജാവായ യുധാജിത്ത് ഭരതനെ തന്നോടൊപ്പം അയക്കണമെന്ന് അഭ്യർത്ഥിച്ച് അയോധ്യയിലേക്ക് ഒരു ദൂതനെ അയക്കുന്നതും ദശരഥൻ ശത്രുഘ്നെയും ഭരതനെയും ഒരുമിച്ച് കേകയ രാജാവായ യുധാജിത്തിൻ്റെ അടുത്ത് അയക്കുകയും ചെയ്യുന്നു. അത് കൈകേയിയുടെ സഹോദരനാണ് യഥാർത്ഥത്തിൽ യുധാജിത്ത്. അപ്പോൾ തൻ്റെ അനന്തരവന്മാരെ കണ്ടതിൽ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദൂതന്മാരെ അയച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും ആ രാജ്യത്ത് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു. അവർ കേകയ രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് നാൾ ചെലവഴിച്ചു. അപ്പോൾ അപ്പുറത്ത് അമ്മ കൗസല്യ തൻ്റെ മകൻ രാമനോടും ഉത്തമ മരുമകളായ സീതയോടുമൊപ്പം താമസിക്കുന്നതിൽ അയോധ്യയിൽ വളരെ സന്തോഷവും പൂണ്ടിരിക്കുകയാണ്. അങ്ങനെ ദശരഥൻ്റെ ജീവിതം വളരെ പരിപൂർണമായിരുന്നു. ദേവന്മാരുടെ നഗരമായ അമരാവതി ഭരിക്കുന്ന ഒരു ഇന്ദ്രൻ്റെ ജീവിതം പോലെയായിരുന്നു അത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അമരാവതി ഭരിക്കുന്ന ഇന്ദ്രൻ. അപ്പോൾ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ അല്ലേ? ആ ഇന്ദ്രൻ്റെ സ്വർഗീയമായ തലസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അമരാവതി എന്നതിൻ്റെ അക്ഷരാർത്ഥം. പക്ഷെ ആ വിവരണത്തിനപ്പുറവും ആഴത്തിലുള്ള അതുപോലെ ആലങ്കാരികവുമായ പ്രതീകാത്മകവുമായ അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ അമരാവതിക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ രാമായണം മുഴുവൻ എടുത്താലും ഓരോ പദങ്ങൾക്കും ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാം. അതായത് മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും സൗന്ദര്യവുമായ ഒരു നഗരമായിട്ടാണ് ഇതിനെ പലപ്പോഴും വിശേഷിപ്പിക്കുക. അത് അവിടെ ധാരാളം സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, അങ്ങനെ സ്വർഗീയ ഉദ്യാനങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കൽപ്പവൃക്ഷങ്ങൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ഈശ്വരീയമായ അസ്തിത്വങ്ങൾ, ഇവയാലൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശം. അമരാവതി ബഹുമുഖമാണ്. അമർത്യത, ദിവ്യാനന്ദം, കർമ്മഫലങ്ങൾ, ആത്മീയ വിമോചനം, സ്വർഗീയ മണ്ഡലങ്ങളിലും ഭൂമിയിലും ഒക്കെയുള്ള അങ്ങനെ മനുഷ്യരാശിയുടെ ആത്യന്തിക അഭിലാഷങ്ങളുടെയും ലക്ഷ്യബോധവും അതിരുകടന്നതുമായ ഒരു ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിനുള്ള സാധ്യതയുടെയും ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ അമരാവതിയൊക്കെ നമ്മൾ ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ അമരാവതി എന്ന് പറഞ്ഞാൽ അത്രയും സ്വർഗം തന്നെ ഒരർത്ഥം പറഞ്ഞു. ഇവിടെയും നമുക്ക് തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണും. മേരു പർവ്വതം, മേരു എന്നുള്ള മനുഷ്യ ശരീരത്തിൻ്റെ യോഗ ദൃഷ്ടിയിൽ ചിന്തിച്ചാൽ മേരു നമ്മുടെ നട്ടെല്ലാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ നമ്മൾ ചമ്രം പടിഞ്ഞിരുന്നാൽ യഥാർത്ഥത്തിൽ ഒരു പർവ്വതാകൃതി ഉണ്ടാവും. ഒരു ശിവത്രികോണം പോലെയാണ് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാവുക. അതായത് താഴെ വീതിയും മുകളിലേക്ക് ഒരു പർവ്വതാകൃതി. ഓക്കെ, ശിവത്രികോണം എന്ന് നമ്മൾ പറയും പർവ്വതത്തിൻ്റെ. അതിൻ്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും സൗന്ദര്യവുമായിട്ടുള്ള നഗരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മേരു മേരുദണ്ഡ് എന്നൊക്കെ കേട്ടില്ല. മേരുദണ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ആണ് ഇരിക്കുന്നത് ആര്? നമ്മുടെ തലച്ചോറ് ഇരിക്കണം, മസ്തിഷ്കം ഇരിക്കുന്ന സ്ഥലം. മസ്തിഷ്കത്തിലാണ് ബ്രെയിൻ ഇരിക്കുന്നത് അല്ലേ? സെറിബ്രൽ ഫ്ലൂയിഡിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിനാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയുടെയും കാതലായ സ്ഥലം. ഇവിടെയാണ് എൻ്റെ അസ്തിത്വം, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നതൊക്കെ തീരുമാനിക്കുന്നതും എൻ്റെ ജീവിതമാക്കി തീർക്കുന്നതിൻ്റെയൊക്കെ സ്വപ്നങ്ങളും ജാഗ്രതയും സുഷുപ്തിയും ഒക്കെ ബോധം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലായി നമ്മൾ കൈ പോകുന്ന സ്ഥലം ഈ മേരുപർവ്വതത്തിന് മുകളിലുള്ള സ്ഥലമാണ്. അമരാവതിയിലേക്കാണ് കൈവയ്ക്കേണ്ടത്. ഈശ്വര എന്ന് പറയും. ഇത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടല്ല, നമ്മുടെ സ്വന്തം പ്രജ്ഞയ്ക്ക് അറിയാം അമരാവതി എവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി, അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ആലങ്കാരിക പ്രയോഗം അവിടെ വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ തത്വം ഒന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലം എത്തുമ്പോഴും യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ തന്നെ മനോമണ്ഡലത്തിൽ, സൂക്ഷ്മമണ്ഡലത്തിൽ ഉള്ള കാര്യങ്ങളെ സ്ഥൂലമായി ബാഹ്യപ്രപഞ്ചത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച്, രാജവംശങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് വളരെ സാന്ദർഭികമായിട്ടും വളരെ കൃത്യതയോടുകൂടിയും വളരെ ബുദ്ധിപരമായും രചിച്ച ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബാലകാണ്ഡം അവസാനിക്കുന്നത്. അപ്പോൾ ബാലകാണ്ഡം അവസാനിക്കുന്നത് അയോധ്യയിലെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്.
സന്തോഷപരമായ ഒരു പര്യവസാനമാണ് ആദ്യത്തെ അധ്യായമായ ബാലകാണ്ഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കുള്ളത് രണ്ടാമത്തെ അധ്യായമാണ്. അത് അയോധ്യാകാന്ഡമാണ്. അയോധ്യാകാന്ഡത്തിൻ്റെ തുടക്കം. അപ്പോൾ അയോധ്യാകാന്ഡത്തിൽ നമുക്ക് കാണുവാനുള്ളത് എന്താ? അയോധ്യയിൽ ഈ പറയുന്ന പോലെ അവർ പരസ്പരം സഹവാസവും വിവാഹസുഖവും ആസ്വദിച്ചു കൊണ്ട് താമസിക്കുമ്പോൾ ഒരു ഉത്തമ പുത്രനെ പോലെ, ഒരു മാതൃകാ ഭർത്താവിനെ പോലെ, ദയാലുവായ ഒരു രാജകുമാരനെ പോലെയും ഒക്കെ രാമൻ ജീവിച്ച് മാതൃക സൃഷ്ടിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു കസേരയിൽ ചാർന്നിരുന്നു കൊണ്ട്, കസേര എന്ന് ഇന്നത്തെ ടെർമിനോളജിയിൽ പറയുന്നതാണ്. ഇപ്പം സീത, നമ്മൾക്കറിയാം കർപ്പൂരാദി, നമ്മൾ പൂജയിലൊക്കെ പറയുന്ന സെൻറ്റൻസ്, കർപ്പൂരാദി സഹിതം താമ്പൂലം സമസ്ത രാജോപചാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ കർപ്പൂരാദി സഹിതം താമ്പൂലം, അതായത് നമ്മൾ വെറ്റിലപാക്ക്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ആസ്വദിച്ചിരിക്കുന്ന ഒരു സമയം അവർ രണ്ടും. അങ്ങനെ രാമൻ ആ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സീത സുഗന്ധദ്രവ്യം പുരട്ടി ഒരു വിശറിയും കൊണ്ട് അദ്ദേഹത്തെ വീശുകയും ചെയ്യുകയാണ്, അദ്ദേഹത്തെ തണുപ്പിക്കുകയാണ്. അങ്ങനെ താമ്പൂലം ഭക്ഷിച്ച് വിശ്രമിക്കുകയും തൻ്റെ പ്രിയപ്പെട്ടവളുമായി സംസാരിക്കുകയും ചെയ്ത്, അല്ലെ പണ്ട് നമുക്ക് അങ്ങനെയാണ് മുറുക്കിയിരുന്ന് സംസാരിക്കുക എന്നുള്ള ഒരു സംസ്കാരം ഉണ്ടായ സമയമാണ് നമുക്ക്. അങ്ങനെ ആ ഭാവം വാൽമീകി വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ വിഷ്ണുവും സാക്ഷാൽ മഹാലക്ഷ്മിയും ആസ്വദിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് അവിടെ വിവരിക്കുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ട് വരികയാണ് നാരദമുനി. നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയും ഈ പറയുന്ന നമ്മളെല്ലാ പുരാണ കഥാപാത്രങ്ങളിലും അല്ലെങ്കിൽ പുരാണത്തിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാണുന്ന കഥാപാത്രമാണ് ഈ നാരദൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിൽ തന്നെ യഥാർത്ഥത്തിൽ അയാൾ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്, ആ മുനി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നാരഥ ദശരഥൻ. ഇപ്പം നാരഥ ആരായിരിക്കും? ദശരഥൻ നമ്മുടെ ശരീരമാണെങ്കിൽ നാരഥ ആരാണ്? യഥാർത്ഥത്തിൽ ശരീരമില്ലാത്തത്, അശരീരി, നമ്മുടെ ഉള്ളിൽ നിന്ന് മുഴങ്ങുന്ന ആ ആത്മഗതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പല വാക്കുകളിലൂടെ അത് പറയാം. പക്ഷെ നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു അശരീരി എന്ന് നമ്മൾ പറയുക. ഉള്ളിൽ നിന്ന് ആരോ നമ്മളോട് സംസാരിക്കുന്ന അറിയുക. അതാണ് യഥാർത്ഥത്തിൽ ഈ നാരദമുനി എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ആലങ്കാരിക തത്വമാണ് ഞാൻ പറയുന്നത്. കാരണം പലരും മനസ്സിൽ ഒരു സംശയം വരും, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാങ്കല്പികമായ സൃഷ്ടിയാണോ എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും പ്രമാണങ്ങളല്ല, ശാസ്ത്രമല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്ന പോലെ കഥാരൂപത്തിൽ വേദത്തിലെ തത്വങ്ങളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കഥാതന്തുക്കളിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യുക. കഥാപാത്ര സൃഷ്ടികൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പേരോ രൂപമോ അവസ്ഥയോ സ്ഥലങ്ങളോ ഒക്കെ ഉപയോഗിക്കും. ഉദാഹരണം, ഒരു സിനിമയിലെ കഥാപാത്രം, ഇപ്പോൾ കാലാപാനി എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ച് ചിലപ്പം കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല. പക്ഷേ ആ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഘട്ടത്തിൽ അതിൽ സവർക്കറേയും ലാലാ ലജ്പത് റായിനൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്യാമറയിലൂടെ മിന്നി മറയുന്നുണ്ട്. അത് സെല്ലുലാർ ജയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിയാണ്. ആ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ ചില കഥാപാത്രങ്ങൾ സാങ്കല്പികമാണ്. ചില കഥാപാത്രങ്ങൾ ഈ പറയുന്ന പോലെ, ഇപ്പോൾ ഈവൻ അതിൽ മോഹൻലാൽ എന്ന കഥാപാത്രം, അല്ലെങ്കിൽ അതിൽ ഗോവർദ്ധൻ നാട്ടാണ് എൻ്റെ ഓർമ്മ ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ ഗോവർദ്ധനൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത പലതും യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുണ്ടാവില്ല ആ കാലഘട്ടത്തിൽ. പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ കാലാപാനി എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ട സമയത്ത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച ചരിത്രപരമായ ഒരുപാട് ഏടുകൾ നമ്മുടെ മനസ്സിൽ അടിയുറക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും സംഭവിക്കുന്നത്. കഥാപാത്രങ്ങൾ കംപ്ലീറ്റ് സാങ്കല്പിക കഥാപാത്രങ്ങളാണോ എന്ന് വെച്ചാൽ അല്ല. ആ സമയത്ത്
ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചിലപ്പോൾ ഈ പറയുന്ന പോലെ അയോധ്യ എന്നുള്ള സ്ഥലം പോലും, നദികളുടെ പേര് പോലും, അതൊക്കെ സത്യമായി നമുക്ക് ആ നദികളൊക്കെ ഇപ്പോഴും ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പലതും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദിവ്യമായ സൃഷ്ടികൾ അന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ രചിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെപ്പോഴും എടുക്കേണ്ടത് ഇതൊക്കെ കഥകളാണ്. കഥകളിലൂടെ വേദങ്ങളുടെ വെറും കഥയാണോ, നേരം പോക്കിന് പറഞ്ഞ കഥയാണോ? അല്ല, വേദങ്ങളുടെ സത്ത സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രചിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു സിനിമ കാണുന്ന പോലെ, ചില സിനിമ കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കുറേ മോറൽസ് ഉണ്ടാവും, അല്ലേ? കുറേ മൊറാലിറ്റി ഉണ്ടാവും. അങ്ങനെയാണ് സിനിമയൊക്കെ പണ്ട് നിർമ്മിച്ചത്, അങ്ങനെയാണ്. ഇന്ന് പലതും അങ്ങനെ അല്ലെങ്കിൽ പോലും. അപ്പം ഇങ്ങനെ നാരദൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. താൻ സഞ്ചരിച്ചിരുന്ന ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പതിവായി ആകാശത്ത് പറന്നിരുന്ന, അത് നോക്കൂ, കണ്ട, നാരദൻ എപ്പോഴും ആകാശത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോവാണെന്ന് പറയാം. കാരണം എന്താണ്? ശരീരമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ വായുവിൽ പോകുന്ന പോലെ പോകും എന്നുള്ള ഒരു ചിത്രീകരണമൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ താൻ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൽ നിന്നിറങ്ങി അദ്ദേഹം ഈ ശ്രീരാമനും സീതയും സല്ലപിക്കുന്ന ആ വേദിയിലെത്തുകയാണ്. അപ്പോൾ മുനിയെ കണ്ട ഉടനെ അവർ ആദരപൂർവ്വം കൈകൾ കൂപ്പി എഴുന്നേറ്റ് അവർ ഉചിതമായ ആചാരങ്ങളോടുകൂടി മുനിയെ സ്വാഗതം ചെയ്യുകയും ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. ഇവിടെയും തത്വം എന്താ? അശരീരി ഉണ്ടായ സമയത്ത്, തൻ്റെ ഉള്ളിൽ ആത്മഗതം വന്ന സമയത്ത് അതിനെ ആദരപൂർവം സ്വീകരിച്ചു എന്നാണ്. നമ്മളെ പോലെ നമ്മൾക്ക് തന്നെ ആ ഇന്നർ വോയിസ് നമ്മളിപ്പോൾ ജീവിതത്തിൽ തെറ്റായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അപകടം വരുന്ന കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഈ നാരദനെ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും നാരദനെ നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ ഇന്നർ വോയിസ് ആണ്. ആ ഇന്നർ വോയിസ് വരുമ്പം പലരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവഗണിക്കുകയാണ് പതിവ്. ഈ ഇന്നർ വോയിസിനെ അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താ പറയണേ? ഇവിടെ ശ്രീരാമനും സീതയും ആദരപൂർവം കൈകൾ കൂപ്പി എഴുന്നേറ്റ് ഉചിതമായ ആചാരങ്ങളോടുകൂടി മുനിയെ സ്വാഗതം ചെയ്യുകയും ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം, അതായത് ആ വന്ന ഗദ്ഗതം അല്ലെങ്കിൽ ആത്മീയമായ ആ അശരീരി അവർ പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ പ്രണമിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ രസകരമായി നമുക്ക് ഈ രാമായണത്തെ ഇത്തവണ ആസ്വദിക്കാം. ഇനി വരുന്ന കാലത്ത് രാമായണം ഒരുപാട് ആളുകൾ പാരായണം ചെയ്യുന്ന ആൾക്കാരാണ്. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണമല്ലോ, ഈ പറയുന്ന ഒരുപാട് കാലമായി വായിച്ചിട്ട് അല്ലെങ്കിൽ വായിക്കുന്നു, പക്ഷെ ഇങ്ങനെ ഒരു തലം രാമായണത്തിനുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. അപ്പം പറയാനുള്ളത്, ഈ ഒരു തിരിച്ചറിവ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യതീശ പരിശ്രമിക്കുന്ന പോലെ തന്നെ അതേ ഉത്തരവാദിത്തത്തോടും അതേ ജാഗ്രതാബോധത്തോടും അതേ ഉത്സാഹത്തോടും നിങ്ങളും ഞങ്ങളുടെ കൂടെ അണിചേരുമ്പോഴാണ് ഈ ഒരു ഉദ്യമം, ഈ ഒരു ഈശ്വരീയമായ ഈ ഒരു കാര്യം, ഒരു യജ്ഞം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത് ലോകസമക്ഷം എത്തിത്തീരുകയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഉത്സാഹിക്കുക. പരമാവധി ആളുകളിലേക്ക്, നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരോടൊക്കെ ഇത് പരമാവധി കേട്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കും. അതുകൊണ്ട് പരമാവധി എല്ലാവരിലേക്കും ഇത് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.